ഹായ്, തുമ്പി കിച്ചണിലേക്ക് സ്വാഗതം. കിച്ചൺ പരിപാടിയൊന്നുമല്ല, ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിക്കാനാണ് വന്നത്. അപ്പം ഞാൻ ഇന്നാളെ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞങ്ങളിപ്പോൾ വീടൊക്കെ വെച്ചു, അതൊക്കെ ലോൺ എടുത്തൊക്കെ വെച്ചെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തോനെ സ്ഥലമൊന്നുമില്ല, ഞങ്ങൾക്ക് 4 സെൻറ്റ് വസ്തുവേ ഉള്ളൂ. അപ്പോൾ ഇല്ല കാണുന്ന റൂട്ടാണ്, ഒരു ചെറിയ കുഞ്ഞിടവഴിയായിരുന്നു. പക്ഷേ ഞങ്ങളിവിടെ ഉള്ള ആൾക്കാരെല്ലാം കൂടെ കൂടി വഴി അവിടുന്ന് റോഡ് വരെ വഴി വെട്ടി. അപ്പോൾ ഈ 4-5 സെൻറ്റ് ഉള്ളവരുടെ വസ്തു എന്നൊക്കെ എനിക്ക് തന്നെ 1 സെൻറ്റിൽ കൂടുതൽ എനിക്ക് പോയി. അപ്പം 3.5 ഒരു 4 സെൻറ്റിൻ്റെ അടുത്തുള്ള വസ്തുവേ എനിക്കുള്ളൂ. അപ്പോൾ അതിലൊരു വീടും കൂടെ വെച്ചപ്പോൾ നമുക്ക് മറ്റുള്ള കാര്യങ്ങളോ തൈകളോ ഒന്നും ഇല്ല. അപ്പം നമ്മൾ നട്ട് തുടങ്ങിയാണ്. അപ്പം ഞാൻ ഇവിടെ ഒരു സംഭവം നിങ്ങളെ കാണിക്കാനാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇത് കുറ്റിക്കുരുമുളകാണ്. എനിക്ക് കുനിയാനായിട്ട് പാടില്ല, വയ്യാത്തതുകൊണ്ട്. ഇത് കുറ്റിക്കുരുമുളകാണ്, അതിൻ്റെ വളമാണ് ഇരിക്കുന്നത്. പിന്നെ 2 വർഷം പിടിക്കുന്ന 2 വർഷം കായ്ക്കുന്നതിൻ്റെ പ്ലാൻ തൈയാണ്. അപ്പോൾ ഞാൻ ഈ പ്ലാൻ തൈയും ഈ കുരുമുളക് ഞാൻ വരുത്താനുള്ള കാരണം എന്ന് വെച്ചാൽ, കുറ്റിക്കുരുമുളക് അല്ലാതുള്ള കുരുമുളകൊന്നും ഇടാനുള്ള സ്ഥലം നമുക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഈ കുറ്റിക്കുരുമുളക് വാങ്ങിച്ചത്. കുരുമുളക് എപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളൊരു സാധനമാണ്, അതുകൊണ്ടാണ് ഞാനത് വരുത്തിയത്. പിന്നെ ഈ പ്ലാവ്, എനിക്ക് പ്ലാവിനോട് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, വലിയൊരു പ്ലാവ് നിൽക്കാനുള്ള സ്ഥലം നമുക്കില്ല. പക്ഷേ നമ്മുടെ ഈ ഫ്രണ്ട് വശത്ത് കാണുന്ന ഈ പ്ലാൻ തൈ ഉണ്ടോ, ആ പ്ലാവ് ഞാൻ ഇങ്ങനൊരു പ്ലാൻ തൈ നട്ടതാണ്. അത് ഒരുവിധം പിടിച്ച് വന്നപ്പോൾ ഞാനത് പകുതി വെച്ചങ്ങ് മുറിച്ച് കളഞ്ഞായിരുന്നു. പകുതി വെച്ച് മുറിച്ച് കളഞ്ഞെന്ന് പറഞ്ഞാൽ, പഞ്ചായത്തിൽ നിന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട് നമുക്ക് മരങ്ങൾ ഇതാണ് ഞാൻ മുറിച്ച ഭാഗമാണിത്. മുറിച്ച ഭാഗമാണ്. അന്നേരം മരങ്ങളൊന്നും നട്ടുപിടിപ്പിക്കരുത് അടുത്ത്. എന്ന് വെച്ചാൽ നമുക്ക് ഈ പ്ലാവൊക്കെ നമ്മുടെ മുറ്റത്ത് നട്ടുപിടിപ്പിച്ചാൽ തന്നെ അതിൻ്റെ വേര് പ്ലാവിനേക്കാളും ഭയങ്കര അപകടകാരിയാണ്. അത് വേര് ഇറങ്ങും, നമ്മുടെ ഈ ഫൗണ്ടേഷത്തിൻ്റെ കീഴിലോട്ട് വേരിറങ്ങുമ്പം വീടിൻ്റെ ഫൗണ്ടേഷൻ പൊട്ടും. അതുകൊണ്ട് പഞ്ചായത്തിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, വീടിനോട് ചേർന്ന് നിൽക്കുന്ന സാധനങ്ങളൊക്കെ മുറിച്ചാലും. പിന്നെ ഞങ്ങൾക്ക് ഒരേ ഒരു മുടി തെങ്ങേ ഉള്ളൂ, പക്ഷേ ആ തെങ്ങിൻ്റെ അവസ്ഥ തന്നെ കണ്ടില്ലേ. അപ്പോൾ ഈ തെങ്ങ് ഞങ്ങളുടെ വീടിനൊരു ഭീഷണിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ തെങ്ങ് ഇവിടെ നിൽക്കുന്ന സാധനങ്ങളൊക്കെ ഈ അരുവിൻപാലത്ത് ഞാൻ ഇവിടെ താമസം ആവുന്നതിന് മുമ്പ് കിട്ടിയ വസ്തുവിനകത്ത് ഞാൻ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നട്ടു വളർത്തിയതാണ്. അതൊക്കെ ഇപ്പോൾ മുറിക്കേണ്ട ഒരവസ്ഥ വന്നപ്പോൾ ഒരു സങ്കടം. അപ്പം അടയ്ക്കാൻ ഇത് ഞങ്ങളുടെ ഈ ഒരു തെങ്ങേ ഉള്ളൂ. ആ തെങ്ങ് നമുക്ക് മുറിച്ചാണ്. അതുകൊണ്ട് ആ പ്ലാവ് ഇങ്ങനെ ഇത് മൂടോടെ തന്നെ ഈ പ്ലാവ് ഇവിടുന്ന് എടുക്കാൻ ഭയങ്കര സങ്കടം എനിക്കങ്ങ്. മുറിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. ഒരു മാവും പ്ലാവുമാണ് ഞാനവിടെ നട്ടത്, പക്ഷേ അതെനിക്ക് മുറിക്കണമെന്നില്ല. പക്ഷേ നമുക്ക് അപകടം വരുന്ന, ഇപ്പം സ്വർണ്ണം കായ്ക്കുന്ന മരമായാലും നമുക്കത് അപകടമാണെന്ന് തോന്നിയാൽ നമ്മളത് മുറിച്ച് മാറ്റിയല്ലേ പറ്റൂ. അതിൻ്റെ ഖേദം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെറിയ പ്ലാൻ തൈ വാങ്ങിച്ചത്. കാരണം എന്ന് വെച്ചാൽ ഇത് 2 വർഷം കൊണ്ട് കായ്ക്കുകയും ഒക്കെ ചെയ്യുക. അപ്പോൾ ഇതാകുമ്പം നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിലോട്ടോ വലിയ വീപ്പയിലോ എവിടെയെങ്കിലും നട്ടാലും പ്രശ്നമാകത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഞങ്ങൾക്കിപ്പം ഏകദേശം കുറേയൊക്കെ നട്ട് പിടിച്ച് വരുന്നതേ ഉള്ളൂ. അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും നടാനുള്ള ഇടം നമുക്കില്ല. വീട് വെച്ച് കഴിഞ്ഞപ്പം പിന്നെ അത്ര ഇടമില്ല. പിന്നെ അതിലും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മുറ്റത്ത് എല്ലാവരും ചോദിച്ചു ഇത്രയും വഴി പോകുമ്പം വസ്തുവൊക്കെ പോകുമ്പോൾ എങ്ങനെയാണെന്ന്. നമുക്ക് 5 സെൻറ്റ് ആയാലും 4 സെൻറ്റ് ആയാലും നമുക്ക് നല്ലൊരു വഴി നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പോട്ടെ, നമുക്കൊരാപത്തോ ഒരു മരണമോ ഒരാപത്തോ നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മുടെ മുറ്റത്ത് വണ്ടി വന്നത് ഒക്കെ ചെയ്യേണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുമല്ലോ. അതുകൊണ്ടാണ് അതൊക്കെ സന്തോഷം. ഈ 5 സെൻറ്റിനകത്ത് ഇപ്പോൾ 1 പോയാലും അതൊന്നും ഒരു പ്രശ്നമേ അല്ല. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടം ഈ ഒരു പ്ലാവ്, ഞാൻ കൊതിച്ച് നട്ട ഒരു പ്ലാവാണ്. പക്ഷേ അത് നമുക്കിപ്പം അത് വളർന്നു വരുന്നപ്പോൾ ഇങ്ങനെ വീടിനരിവിനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ മുറിച്ച് മാറ്റണം. നേരത്തെ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ മരങ്കാലും ഇതൊക്കെ വീണ് കഴിഞ്ഞാൽ നമുക്ക് പഞ്ചായത്തിൻ്റെ സഹായം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, വീടിൻ്റെ അരിവും അതും ഭീഷണിയുള്ള അടുത്തുള്ള വസ്തുക്കളിൽ തന്നെ വലിയ മരങ്ങളൊക്കെ നിൽക്കുന്നത് മാറ്റി കൊടുക്കണമെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ പറഞ്ഞ ആവർത്തനം നമ്മൾ മാനിച്ചുകൊണ്ട് ഈ പ്ലാവ് നമുക്കിത് മുറിച്ച് കളയണമെന്ന് ഒട്ടും മനസ്സില്ല. പക്ഷേ ആർക്കെങ്കിലും ഇത് ആവശ്യമുള്ളവരാന്ന് JCB വഴി പിഴുതാൽ ഇതെടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ എടുത്താലും നമുക്ക് വേറൊരിടത്തോട്ട് നടാൻ സ്ഥലമില്ലല്ലോ. അതുകൊണ്ട് ഇത് മുറിച്ച് കളയാം. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം, എന്ത് ചെയ്യുമെന്ന് വിഷമിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഇത് രണ്ടും വരുത്തിയത്. അപ്പോൾ ഇതാകുമ്പം പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ. ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയാണ്, എനിക്ക് തീരെ വയ്യ, ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയാണ്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ
മാക്സിമം എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കണ്ട് ഷെയറും ലൈക്കൊക്കെ എനിക്ക് തരണം. ഞാൻ കാണുന്നവരൊന്നും അധികം ലൈക്കൊന്നും തരാറില്ല, എന്നാലും നമുക്ക് തോന്നിയ ആൾക്കാരും നമ്മുടെ വീഡിയോ കാണുന്നതുമില്ല. വിഷമമുണ്ട് എങ്കിലും ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ. അപ്പം ലൈക്ക് ചെയ്യണം, ഷെയറൊക്കെ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാലേ എനിക്ക് ഇത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഈ വീട് തന്നെ ഒരു ദിവസം ഞാൻ ഈ വീട് കാണിക്കുക, ഈ വീട് തന്നെ കടത്തിലൊക്കെയാണ് നമ്മൾ വെച്ചത്. അപ്പോൾ അത് നമുക്ക് ആരോഗ്യപ്രശ്നമായുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടൊരു ഭയങ്കര വിഷമം. എന്നാലും ഞാനിന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. നിങ്ങളെല്ലാവിധ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ, ഇത്രയും പറഞ്ഞ് നിർത്തുവാണ് എൻ്റെ വീഡിയോ. ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം. അപ്പം ടാറ്റാ.